വിട്ടേക്ക് എന്നാണ്. അതുകൊണ്ട് ഉമ്മമാരെ ചിന്തിച്ചുകൊള്ളുക, ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിക്കുക. അപ്പോൾ മാത്രമാണ് പ്രതാപവും പ്രൗഢിയും നമുക്കുണ്ടാകുന്നത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്നൊരു രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ. സൈപ്രസ് കീഴടക്കിയപ്പോ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, എന്തിനാണ് അവിടുന്ന് പൊട്ടിക്കരയുന്നത്, സങ്കടപ്പെടുന്നത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? സൈപ്രസുകാര് അള്ളാഹുവിനെ മറന്നുകൊണ്ട് തെറ്റ് ചെയ്തപ്പോ അവരുടെ അധികാരം അള്ളാഹു നമ്മെ ഏൽപ്പിച്ചു. ഇനി നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ ശത്രുക്കൾക്ക് നമ്മുടെ അധികാരം അല്ലാഹു കൊടുക്കുമല്ലോ. നമ്മൾ തെറ്റ് ചെയ്യുമ്പോ നമ്മുടെ അധികാരം മറ്റുള്ളവർ കൊണ്ടുപോകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിന്റെ സാഹചര്യങ്ങൾ ഒന്നെടുത്തു നോക്ക് പൊന്നുമോനെ. സൈപ്രസുകാരൻ തെറ്റ് ചെയ്തപ്പോ അവരുടെ അധികാരം അല്ലാഹു നമുക്ക് തന്നുവല്ലോ. നമ്മൾ പടച്ച റബ്ബിനെ മറന്നാൽ നമ്മുടെ അധികാരം മറ്റുള്ളവർ കൊണ്ടുപോകുമല്ലോ. അറബ് ലോകത്തിന്റെ ചിന്താധാരകൾ അമേരിക്കക്കാരന്റെ പിന്നാമ്പുറത്തുകൂടി നടന്നു പോകുമ്പോ സഹോദരങ്ങളെ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ അധികാരം അല്ലാഹു എടുത്തു കളയുന്നതാണ്. ഫലസ്തീനിന്റെ മണ്ണിൽ അല്ലാഹു ആ പൊന്നുമക്കൾക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ, അല്ലാഹു ആ പൊന്നുമക്കൾക്ക് ഇസ്സത്ത് കൊടുക്കട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ അധികാരം മറ്റുള്ള പലരും കൊണ്ടുപോകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് മഹാനായ അബൂ ദർദാ തങ്ങളുടെ വർത്തമാനമാണ്. തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളക്കരയുള്ള പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോ നമ്മുടെ ജീവിതം റബ്ബിൽ നിന്ന് അകലുമ്പോ നമ്മുടെ അധികാരം മറ്റു ഇസ്ലാമിന്റെ ദീനിന്റെ ശത്രുക്കൾ കൊണ്ടുപോകുകയാണ്. തെറ്റിനെ നിസാരവൽക്കരിക്കുക, തെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുക, ഇത് അല്ലാഹു വളരെ വെറുപ്പാണ്. നമ്മുടെ ഇസ്സത്ത് നഷ്ടപ്പെടും, നമ്മുടെ അധികാരം മറ്റു പലരും കൊണ്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, തെറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നമ്മുടെ മെമ്മറി പവർ കുറയുകയാണ്, നമ്മുടെ ഇൽമ് കുറയുകയാണ്. മഹാനായ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ മനപ്പാടമുള്ള മഹാനായിരുന്നു, ലോകം കണ്ട മഹാപ്രതിഭാശാലിയായിരുന്നു. മഹാനായ ശാഫിഈ ഇമാം പുസ്തകമെടുത്തുകൊണ്ട് ഇങ്ങനെ നൂർത്തി വെച്ചിട്ട് ഒരു ഭാഗം അടച്ചു വെച്ചുകൊണ്ടായിരുന്നു വായിക്കാറുണ്ടായിരുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഹിഫ്ളാകുമായിരുന്നു. കാരണം രണ്ടും പാട കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമാമുനാ ശാഫിഈ തങ്ങൾ ഒരു ഭാഗം ഇങ്ങനെ പൊത്തിപ്പിടിക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും, ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഹിഫ്ളാകും. ആ മഹാനായ ശാഫിഈ ഇമാമിന് ഹിഫ്ളിൽ അല്പം കുറവ് വന്നെന്ന് തോന്നിയപ്പോ തന്റെ വഖി എന്ന് പറയുന്ന ഉസ്താദിനെ സമീപിച്ചുവല്ലോ. ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി وأرشدني إلى ترك المعاصي فإن العلم نور الله حقا فإن النور لا يعطى لعصي. അല്ലാഹുവിന്റെ നൂറാണ് ഇൽമെന്ന് പറയുന്നത്. അത് തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുകയില്ലല്ലോ. വഖി എന്ന് പറയുന്ന മഹാനായ ഉസ്താദ് പറയുകയാണ്, പൊന്നുമോനെ, നീ തെറ്റിൽ നിന്ന് രാജിവെക്കടാ. വഅർശദനി ഇലാ തർക്കിൽ മഅസി. ആരോടാണ് പറയുന്നത്? മഹാനായ ശാഫിഈ ഇമാം തങ്ങളോടാണ് പറയുന്നത്. ഹിഫ്ലിൽ അല്പം കുറവ് വന്നപ്പോ മഹാനായ ശാഫിഈ ഇമാം തങ്ങളോട് പറയുകയാണ്, പൊന്നുമോനെ, വഅർശദനി ഇലാ തർക്കിൽ മഅസി. അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. എത്രയെത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇൽമിൽ, നമ്മുടെ ഹിഫ്ളിൽ ബറക്കത്തുണ്ടാകുമോ? അല്ലാഹുവിന്റെ നൂറ് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുമോ? ഹൃദയത്തിൽ അല്ലാഹുവില്ലെങ്കിൽ, ദീനില്ലെങ്കിൽ, സൂക്ഷ്മതയില്ലെങ്കിൽ, ഹഖും ബാത്തിലും നമ്മൾക്കില്ലെങ്കിൽ അല്ലാഹുവിന്റെ നൂറ്